വെൽക്കം ടു ഇൻസ്പയർഡ് PSC. സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ മേഖലകളിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങളിലൊന്നായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, എർത്ത് സയൻസ്, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ആറ്റോമിക് എനർജി, സ്പേസ് സയൻസ് തുടങ്ങി 13 ഡൊമെയിനുകളിലാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്. 4 വിഭാഗങ്ങളിലായിട്ടാണ് അവാർഡ് നൽകുന്നത്. അവാർഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. നമുക്ക് 4 വിഭാഗങ്ങൾ നോക്കാം. വിജ്ഞാൻ രത്ന, ഇത് പരമാവധി 3 പേർക്കാണ് നൽകുന്നത്. അതുപോലെ വിജ്ഞാൻ ശ്രീ പരമാവധി 25 പേർക്ക് ലഭിക്കും. വിജ്ഞാൻ യുവ പരമാവധി 25 പേർക്ക് ലഭിക്കും. വിജ്ഞാൻ ടീം പരമാവധി 3 ടീമുകൾക്ക്, അങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് അവാർഡ് നൽകുന്നത്. വിജ്ഞാൻ രത്ന നോക്കാം. വിജ്ഞാൻ രത്ന എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആജീവനാന്ത പുരസ്കാരമാണ്. ഇത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു പുരസ്കാരമാണ്. ഇന്ത്യ ടോപ്പ് മോസ്റ്റ് സയൻസ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ യൂണിയൻ ഗവൺമെൻറ്. ഞാൻ പറഞ്ഞു, ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും യൂണിയൻ ഗവൺമെൻറ്റും ചേർന്നാണ്. മാക്സിമം 3 പേർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ 2024 വിജ്ഞാൻ രത്ന അവാർഡ് ലഭിച്ചത് ആരാന്ന് നോക്കാം. സമഗ്ര സംഭാവനയ്ക്കുള്ള വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ബയോ കെമിസ്റ്റായ ഗോവിന്ദരാജൻ പത്മനാഭനാണ്. അപ്പോൾ ഗോവിന്ദരാജൻ പത്മനാഭൻ ബാംഗ്ലൂരു IISc അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് മുൻ ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ഗോവിന്ദരാജൻ പത്മനാഭനാണ് ആദ്യമായിട്ടാണ് 2024 നമ്മൾ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ സമഗ്ര സംഭാവനയ്ക്കുള്ള വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ഗോവിന്ദരാജൻ പത്മനാഭൻ. അടുത്തതായി വിജ്ഞാൻ ശ്രീ പുരസ്കാരമാണ്. ഇത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിശിഷ്ട സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വിജ്ഞാൻ ശ്രീ. അപ്പോൾ ദീസ് അവാർഡ് വിൽ റെക്കഗ്നൈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് കോൺട്രിബ്യൂഷൻ ടു എനി ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് വിശിഷ്ട സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. മാക്സിമം അവാർഡ് 25 പേർക്ക് വരെ ഈ വിജ്ഞാൻ ശ്രീ അവാർഡ് ലഭിക്കുന്നതാണ്. 2024 വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത് 13 പേർക്കാണ്. അന്നപൂർണി സുബ്രഹ്മണ്യൻ, ഡോക്ടർ അനന്തകൃഷ്ണൻ സി, ഡോക്ടർ ആവേശ് കുമാർ ത്യാഗി, പ്രൊഫസർ ഉമേഷ് വർഷ്ണെ, പ്രൊഫസർ ജയന്ത് ബാലചന്ദ്ര ഉദ്ഗോങ്കർ, പ്രൊഫസർ സയ്യിദ് വാജി അഹമ്മദ് നഖ്വി, പ്രൊഫസർ ഭീം സിംഗ്, പ്രൊഫസർ ആദിമൂർത്തി ആദി, പ്രൊഫസർ രാഹുൽ മുഖർജി, പ്രൊഫസർ ഡോക്ടർ സഞ്ജയ് ബഹറി, ഇദ്ദേഹം മെഡിസിൻ ഈ ഫീൽഡിലാണ് ലഭിച്ചിരിക്കുന്നത്, പ്രൊഫസർ ലക്ഷ്മണൻ മുത്തുസ്വാമി, നബകുമാർ മണ്ഡൽ, രോഹിത് ശ്രീവാസ്തവ, അങ്ങനെ 13 പേർക്കാണ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി വിജ്ഞാൻ ടീം പുരസ്കാരം നോക്കാം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അസാധാരണ സംഭാവന നൽകിയ 3 അതിലധികമോ ഗവേഷകർ അടങ്ങുന്ന ഒരു ടീമിന് നൽകുന്ന പുരസ്കാരമാണ് വിജ്ഞാൻ ടീം പുരസ്കാരം. മാക്സിമം 3 പേർക്ക്, അതായത് 3 ടീമുകൾക്ക് പുരസ്കാരം നൽകുന്നു. ഈ വർഷത്തെ 2024 വിജ്ഞാൻ ടീം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ 3യുടെ ടീമിനാണ്. സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ ISRO ടീമിനാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരമാണ്. ഇത് 45 വയസ്സിന് താഴെയുള്ള യുവ ശാസ്ത്രജ്ഞന്മാരെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പുരസ്കാരമാണ്. They are named after Shanti Swarup Bhatnagar, founder and director of Council of Scientific ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIRൻ്റെ ഫൗണ്ടർ ആയിരുന്ന ശാന്തി സ്വരൂപ് ഭട്നാഗറിൻ്റെ പേരിലുള്ള ഒരു അവാർഡുണ്ട്, ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. അതിന് പകരമായിട്ടുള്ളൊരു പുരസ്കാരമാണിത്. 2024 18 പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മാക്സിമം 25 പേർക്ക് ഈ പുരസ്കാരം ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നു. ഓർത്തു വെക്കുക, യുവ ശാസ്ത്രജ്ഞന്മാരെ അംഗീകരിക്കാനുള്ളൊരു പുരസ്കാരമാണിത്. ഓക്കെ, അപ്പം 45 വയസ്സിന് താഴെയുള്ള ശാസ്ത്ര ഗവേഷകർക്ക് വേണ്ടിയിട്ടുള്ളൊരു പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം, ഈ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. ഓക്കെ, അപ്പം ഈ പുരസ്കാരം ലഭിച്ചൊരു മലയാളിയുണ്ട്. മലയാളീൻ്റെ ഓർത്ത് വെക്കണം, റോക്സി മാത്യു. എർത്ത് സയൻസ് വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയൽ സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം. റോക്സി മാത്യു മലയാളിയാണ്. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ച മലയാളി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോക്സി മാത്യു. ഓക്കെ, അപ്പോൾ ഈ 18 പേരുടെ ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണമൂർത്തി S, സ്വരൂപ് കുമാർ പരീത, രാധാകൃഷ്ണൻ മഹാലക്ഷ്മി, പ്രൊഫസർ അരവിന്ദ് പെൻമത്സ, വിവേക് പോൾ ഷെറ്റ്വർ, വിശാൽ റായ്, റോക്സി മാത്യു, അഭിലാഷ്, രാധാകൃഷ്ണ ഗണ്ഡി, പൂരബി സൈക്യ, ബപ്പി പോൾ, മഹേഷ് കുമാർ കാക്കഡ്, ജിതേന്ദ്രകുമാർ സാഹു. ഈ പേരുകളൊന്നും ഓർത്ത് വെക്കണമെന്നില്ല, പക്ഷെ നമ്മൾ ഇതിലെ മലയാളീനെ ഓർത്ത് വെക്കണം. റോക്സി മാത്യു കോളാണ്, ആ പേരൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ ബാക്കി പ്രഗ്യ ധ്രുവ് യാദവ്,
ഉർവശി സിൻഹ, ദിഗേന്ദ്രനാഥ് സ്വയം, പ്രശാന്ത് കുമാർ, പ്രഭു രാജ്ഗോപാൽ. മൊത്തം 18 പേർക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നതും കൂടെ ഓർത്തു വെക്കുക. ഇനി ഈ അവാർഡ് നൽകുന്നത് അല്ലെങ്കിൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് മെയ് 11-നാണ്. എല്ലാ വർഷവും നാഷണൽ ടെക്നോളജി ഡേ ആയ മെയ് 11-ന് അവാർഡ് അനൗൺസ് ചെയ്യും. അതുപോലെ അവാർഡ് നൽകുന്നത് നാഷണൽ സ്പേസ് ഡേ ആയ ഓഗസ്റ്റ് 23-ന്, അതായത് നമ്മളെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ ബഹിരാകാശ വാഹനം ഇറക്കിയ ഓഗസ്റ്റ് 23-നാണ് നമ്മളെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആ ദിവസമാണ് എന്ത് നൽകുന്നത്, അവാർഡ് സെറിമണി നടക്കുന്നത് ഓഗസ്റ്റ് 23-നാണ്. ഒന്നുകിൽ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അവാർഡ് നൽകുന്നത്. അപ്പം ഈ അവാർഡ് 2024 മുതൽക്കാണ് ഈ അവാർഡ് നൽകുന്നത് എന്ന് ഓർത്തു വെക്കുക. ഈ വർഷം 33 പേർക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മാക്സിമം 56 പേർക്ക് വരെ ഈ അവാർഡ് ലഭിക്കുന്നതാണ്. മാക്സിമം 56 പേർക്ക് നൽകും. ഈ വർഷം 33 പേരുടെ പേരാണ് ഇന്ത്യ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024 ആദ്യമായിട്ടാണ് ഈ അവാർഡ് നൽകുന്നതും കൂടെ ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. അപ്പോൾ ഓർത്തു വെക്കുക, മെയ് 11-ന് എല്ലാ വർഷം പുരസ്കാരം പ്രഖ്യാപിക്കുന്നു. ഓഗസ്റ്റ് 23-ന് വിജ്ഞാൻ പുരസ്കാരം നൽകുന്നു. മാക്സിമം 56 പേർക്കാണ് ലഭിക്കുന്നത്. ഈ വർഷം 33 പേർക്കാണ് പുരസ്കാരം അനൗൺസ് ചെയ്തിരിക്കുന്നത്. വിജ്ഞാൻ രത്ന 3 പേർക്കും, വിജ്ഞാൻ ശ്രീ 25 പേർക്കും, വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം 25 പേർക്കും, അതുപോലെ വിജ്ഞാൻ ടീം 3 പേർ, 3-ഓ 3-ലധികമോ ഉള്ള ഒരു മെമ്പേഴ്സ് അടങ്ങുന്ന 3 ടീമിന് നൽകുന്നുണ്ട്. അത് അങ്ങനെ 4 കാറ്റഗറിയിലായിട്ടാണ് പുരസ്കാരം ലഭിക്കുന്നത്. 2024 വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബയോകെമിസ്റ്റായ ഗോവിന്ദരാജൻ പത്മനാഭനാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഈ വർഷം വിജ്ഞാൻ ശ്രീ 13 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം 18 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ പേര് ഓർത്ത് വെക്കണം. അന്നപൂർണി, റോക്സി മാത്യു, അനന്തരാമകൃഷ്ണൻ. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ.